ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 76ാമത് റിപ്പബ്ലിക് ദിനം ഉജ്ജ്വലമായി ആഘോഷിച്ച് രാജ്യം. കർത്തവ്യപഥിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് മുഖ്യാതിഥിയായി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകവും സൈനിക ശക്തിയും വിളിച്ചോതുന്നതായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനങ്ങളിലും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ. ദേശസ്നേഹം വിളിച്ചോതി അഠാരി വാഗ അതിർത്തിയിൽ ബീറ്റിംഗ് റിട്രീറ്റ് നടന്നു. വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവ് നൽകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്. അണ്ടർ 19 വനിതാ T20 ലോകകപ്പിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ. വാർത്തകൾ വിശദമായി. 76ാമത് റിപ്പബ്ലിക് ദിനം രാഷ്ട്രം പ്രൌഢോജ്വലമായി ആഘോഷിച്ചു. രാവിലെ ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തി. തുടർന്ന് രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും സൈനിക ശക്തിയും പ്രകടമായ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ ധീരജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ഒരു റിപ്പോർട്ട്. സുവർണ ഭാരതം പൈതൃകവും വികസനവും എന്ന പ്രമേയത്തിൽ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വത്തെ പ്രതിഫലിപ്പിച്ച റിപ്പബ്ലിക് ദിന പരേഡിനാണ് ഇന്ന് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. വർണ്ണോജ്വലമായ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ മുഖ്യാതിഥിയായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് 300 കലാകാരന്മാർ സാരേ ജഹാൻ സെ അച്ച വായിച്ചുകൊണ്ടാണ് പരേഡ് തുടങ്ങിയത്. തുടർന്ന് MK-17 ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തി. കര, വ്യോമ, നാവികസേനകൾക്കൊപ്പം പോലീസ്, അർദ്ധസൈനിക വിഭാഗം, NCC കേഡറ്റുകൾ തുടങ്ങിയ സംഘങ്ങളും വിവിധ സംസ്ഥാനങ്ങളുടേതടക്കം 31 നിശ്ചല ദൃശ്യങ്ങളും പരേഡിൽ അണിനിരന്നു. ഭീഷ്മ ടാങ്ക്, ശരത്, ബ്രഹ്മോസ്, പിനാക്ക മൾട്ടി ലോഞ്ചർ റോക്കറ്റ് സംവിധാനം തുടങ്ങി ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് പ്രകടിപ്പിക്കുന്ന പ്രദർശനവും കർത്തവ്യപാതയിൽ ഒരുക്കിയിരുന്നു. 47 വിമാനങ്ങളുടെ ഫ്ലൈ പാസ്റ്റോടെയാണ് പരിപാടി അവസാനിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകവും സൈനിക ശക്തിയും വിളിച്ചോതുന്നതായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരേഡ് ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന്റെ ഊർജ്ജസ്വലമായ ആവിഷ്കാരമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നമ്മുടെ സംസ്ഥാനങ്ങളുടെ സമൃദ്ധമായ പാരമ്പര്യം പ്രതിനിധാനം ചെയ്യുന്നതായിരുന്നു നിശ്ചല ദൃശ്യങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റിപ്പബ്ലിക് ദിന വിശിഷ്ട അതിഥികൾക്കായി രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ വിരുന്നൊരുക്കി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ തുടങ്ങിയ പ്രമുഖർ വൈകിട്ട് നടന്ന വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്തു. രാഷ്ട്രനിർമ്മാണത്തിലും സമൂഹ നിർമ്മാണത്തിലും സംഭാവനകൾ നൽകിയ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ വിശിഷ്ടാതിഥികളായി റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചു. കരകൌശല, കൈത്തറി വിദഗ്ധർ, സ്വയം സഹായ സംഘാംഗങ്ങൾ, ആശ, അംഗൻവാടി വർക്കർമാർ, തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ 34 വിഭാഗങ്ങളിലായി 10,000 പേരാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അതിഥികളായി കർത്തവ്യപഥിൽ എത്തിയത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാരുടെ നേതൃത്വത്തിൽ വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. കേരളത്തിലെ സംസ്ഥാനതല ആഘോഷങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേശീയ പതാക ഉയർത്തി. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. മഹാരാഷ്ട്രയിലെ ദാദറിലെ ഛത്രപതി ശിവാജി മഹാരാജ് മൈതാനിയിൽ ഗവർണർ CP രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ റിപ്പബ്ലിക് ദിന ചടങ്ങ് ശ്രീവിജയപുരത്തെ മറീന പാർക്കിൽ നടന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വിപുലമായ പരിപാടികൾ നടന്നു. 76ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അഠാരി വാഗ അതിർത്തിയിൽ പ്രൌഢമായ ബീറ്റിംഗ് റിട്രീറ്റ് നടന്നു. ഇന്ത്യയുടെ BSFും പാക് റേഞ്ചേഴ്സും ഭാഗമാകുന്ന പതാക താഴ്ത്തൽ ചടങ്ങ് കാണാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് എത്തിയത്. റിപ്പബ്ലിക് ദിനത്തിൽ പതിവിലും പ്രൌഢഗംഭീരമായ ചടങ്ങാണ് അഠാരി അതിർത്തിയിൽ നടന്നത്. ഇന്ത്യൻ അതിർത്തിയിലെ 1ാം കാവൽ നിരയായ BSFന്റെ കായികക്ഷമതയും പരിശീലന മികവും പ്രകടമാക്കുന്നതായിരുന്നു ചടങ്ങ്. 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയ്ക്ക് ആശംസകൾ അറിയിച്ച് വിവിധ ലോക നേതാക്കൾ. മാൽദീവ്സ് പ്രസിഡന്റ്, ഭൂട്ടാൻ പ്രധാനമന്ത്രി, നേപ്പാൾ പ്രധാനമന്ത്രി തുടങ്ങിയവരാണ് ഇന്ത്യയ്ക്ക് ആശംസകൾ അറിയിച്ചത്. ലോക നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. UAE അടക്കമുള്ള വിവിധ രാജ്യങ്ങളിലും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ നരഭോജിയായി പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കൽപ്പറ്റയിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പട്രോളിംഗിനിടെ വനം വകുപ്പ് ജീവനക്കാരനെ കടുവ ആക്രമിച്ച സാഹചര്യം പരിഗണിച്ചാണ് നരഭോജി കടുവയെ അനുയോജ്യമായ സാഹചര്യത്തിൽ വെടിവെക്കാൻ തീരുമാനിച്ചത്. അക്രമകാരിയായ വന്യമൃഗത്തെ വെടിവെക്കാൻ ഉത്തരവിടുന്നത് കേരള ചരിത്രത്തിലെ ആദ്യ നടപടിയാണെന്നും മന്ത്രി പറഞ്ഞു. ജനവാസ മേഖലകളിൽ വന്യജീവികളുടെ സഞ്ചാരപാത നിരീക്ഷിക്കാനുള്ള സംവിധാനം ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് മന്ത്രി സന്ദർശിച്ചു. ഈ മാസം 29-ന് വീണ്ടും യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും ശ്രീ AK ശശീന്ദ്രൻ പറഞ്ഞു. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാകും, പ്രതിഷേധമുണ്ടാകും. ആ പ്രതിഷേധം രോഷപ്രകടനമായി മാറും. അത് ഇവിടെയും സംഭവിച്ചു. ഏത് കാര്യത്തിലുമുള്ള പ്രതിഷേധ സമരത്തെ ഞാൻ തള്ളിപ്പറയില്ല. അത് അവരുടെ അവകാശമാണ് എന്ന നിലപാടിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെട്ടു. ഇതെന്റെ തീരുമാനമാണ്. ഇവിടുത്തെ ജനങ്ങളെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്റെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. 29-ാം തീയതി വീണ്ടും ആലോചനാ യോഗങ്ങൾ നടത്തി തീരുമാനിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മോണിറ്റർ ചെയ്യണം. കേരളത്തിൽ റേഷൻ വ്യാപാരികൾ നാളെ പ്രഖ്യാപിച്ച സമരം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. വ്യാപാരികൾക്ക് അനുകൂലമായ നിരവധി നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും വേതന പരിഷ്കാരം അടക്കമുള്ളവ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് ഏകീകൃത പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കേന്ദ്രം പദ്ധതി അവതരിപ്പിച്ചത്. NPS പരിരക്ഷയുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആയിരിക്കും പദ്ധതിക്ക് അർഹതയുണ്ടാവുക. എന്നാൽ ജീവനക്കാർക്ക് ഏകീകൃത പെൻഷൻ പദ്ധതി തിരഞ്ഞെടുക്കാതെ തന്നെ NPSൽ തുടരാൻ അവസരമുണ്ടാകും. ക്വാലാലംപൂരിൽ നടക്കുന്ന അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ. ഇന്ന് നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിയിൽ കടന്നത്. ചൊവ്വാഴ്ച അവസാന സൂപ്പർ 6 മത്സരത്തിൽ ഇന്ത്യ സ്കോട്ട്ലൻഡിനെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്നർ തുടർച്ചയായ 2ാം തവണ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടുന്നത്. ISL ഫുട്ബോളിൽ ഇന്നത്തെ മത്സരത്തിൽ മുഹമ്മദൻ SC മുംബൈ സിറ്റിയെ നേരിടുന്നു. മുംബൈ ഫുട്ബോൾ അരീനയിലാണ് മത്സരം. ഡോക്ടർ KM ചെറിയാന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ഹൃദയ ശസ്ത്രക്രിയാ ശാഖയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ നിരവധി ജീവനുകൾ രക്ഷിക്കുക മാത്രമല്ല, ഭാവിയിലെ ഡോക്ടർമാർക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുമെന്ന് ശ്രീ നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ചെറിയാൻ. കോഴിക്കോട് പയ്യോളിയിൽ തിരയിൽപ്പെട്ട് 4 പേർ മരിച്ചു. വിനോദസഞ്ചാരത്തിനെത്തിയ കൽപ്പറ്റ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലെത്തും. 11ാമത് സംയുക്ത കമ്മീഷൻ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഒമാൻ വാണിജ്യ വ്യവസായ മന്ത്രി ഖായിസ് ബിൻ മുഹമ്മദ് ബിൻ മൂസ അൽ യൂസഫുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ആഗോള സാമ്പത്തിക സ്ഥിതി എന്നിവയെക്കുറിച്ച് ചർച്ചകൾ നടത്തും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ബംഗ്ലാദേശിലേക്കുള്ള എല്ലാ സഹായ പരിപാടികളും നിർത്തിവച്ചു. ഇസ്രായേലിനും ഈജിപ്തിനുമുള്ള സൈനിക ധനസഹായമൊഴികെ മറ്റ് വിദേശ സഹായങ്ങൾ അമേരിക്ക നേരത്തെ തന്നെ മരവിപ്പിച്ചിരുന്നു. വിദേശ നയത്തിനനുസൃതമായി USAIDന്റെ പുനർമൂല്യനിർണ്ണയത്തിന്റെയും പുനഃക്രമീകരണത്തിന്റെയും ഭാഗമായാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി. പെട്ടെന്നുള്ള തീരുമാനം ബംഗ്ലാദേശിൽ US ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടനകൾ ഉൾപ്പെടെ വിവിധ പ്രോജക്ട് പങ്കാളികളിൽ കാര്യമായ ആശങ്കകൾ ഉണർത്തിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ, ആരോഗ്യമേഖല, വിദ്യാഭ്യാസം തുടങ്ങി ഏഷ്യയിലെ ഏറ്റവും വലിയ മാനുഷിക സഹായ പദ്ധതിയാണ് USAID. പ്രധാന വാർത്തകൾ വീണ്ടും. 76ാമത് റിപ്പബ്ലിക് ദിനം ഉജ്ജ്വലമായി ആഘോഷിച്ച് രാജ്യം. കർത്തവ്യപഥിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് മുഖ്യാതിഥിയായി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകവും സൈനിക ശക്തിയും വിളിച്ചോതുന്നതായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനങ്ങളിലും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ. ദേശസ്നേഹം വിളിച്ചോതി അഠാരി വാഗ അതിർത്തിയിൽ ബീറ്റിംഗ് റിട്രീറ്റ് നടന്നു. വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവ് നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്.
അണ്ടർ 19 വനിതാ T20 ലോകകപ്പിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.